അസ്സലാമലൈക്കും. സുഖമല്ല എല്ലാവർക്കും. ഞാനൊരു പെർഫ്യൂം ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ ഉണ്ടാക്കണം. ഒരു വീഡിയോ ആക്കാം പെർഫ്യൂമിനെ പറ്റിയിട്ട്. പെർഫ്യൂം പറയുന്നില്ല, ഞാൻ എൻ്റെ ഒരു കസ്റ്റമർ എന്നോട് പറയും നല്ലൊരു പെർഫ്യൂം വേണം. നമ്മളിപ്പോൾ നോർമലി ഈ ആളുകൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രീഡം ഇൻഡസ്ട്രി ബക്കറാത്ത് പോലെ അതിനെ കുറച്ചും കൂടി ഒന്ന് ഇഷ്ടപ്പെടും. കാരണം അത് വില കൂടിയ പ്രൈസ് വാല്യൂ ഉള്ള പെർഫ്യൂം ആയതുകൊണ്ട് അത് നമ്മൾ ഇത്ര പൈസക്ക് കുറച്ച് തരാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോ. പക്ഷെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ഫ്രാഗ്രൻസ് ഉണ്ട്, അത് നമ്മളത് അഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനോട് ഒരു പ്രേമം തോന്നിപ്പോൾ അങ്ങനത്തെ ഒരു സംഗതികളുണ്ട്. ഞാൻ അയാൾക്ക് 5 പെർഫ്യൂം അയാൾക്ക് പേപ്പറിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിത് നോക്ക്, ഒരു അരമണിക്കൂർ നിങ്ങളെ കയ്യിൽ വെച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് അത് എന്നോട് പറയാൻ ഞാൻ ഉണ്ടാക്കി തരാം. അങ്ങനെ ഞാൻ 5 കൊടുത്തതിൽ കുറച്ച് സമയം നോക്കിയിട്ടോ. പക്ഷേ ഗോഡ് ഓഫ് ഫയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രാഗ്രൻസ്, എന്താ അതിൻ്റെ കമ്പനി സ്റ്റെഫനി ഹംബർട്ട് ലൂക്കാസ് അതിൻ്റെ ബ്രാൻഡ് നെയിം. അപ്പോൾ ഈ ഒരു സാധനം ഈ ഗോഡ് ഓഫ് ഫയർ ഇത് അതായത് മാംഗോ ജിഞ്ചർ, ഇതിൻ്റെ ബേസ് നോട്ട് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഫസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുക ഒരു പിന്നെ റോ മാംഗോ അതുപോലത്തെ ഒരു സ്മെല്ലുകളാണ്. പക്ഷേ ഇതിൻ്റെ ബേസ് നോട്ട് എന്ന് പറയുന്നത് ഊത്, ആംബർ, മസ്ക്, ഇത് മൂന്നിൻ്റെ ഒരു സംഭവമാണ് ഈ ഗോഡ് ഓഫ് ഫയർ. കുറച്ച് മതി തന്നെ ഞാൻ പറഞ്ഞ ഒരു 50 മില്ലി. കാരണം ഇതിന് മുമ്പ് ഞാൻ പുള്ളിക്കാരനെ ഒരു ഇബിസ്കസ് മാജ്, ഫെഡറിക് മോളിൽ ഒരു ഇബിസ്കസ് മാജ് കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗോഡ് ഓഫ് ഫയറും ഒരു വ്യത്യസ്തമായ ഒരു ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ 50 ml കൊണ്ടുപോയി 50 ml കൊണ്ടുപോയിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് എന്നോട് പറയാം, ഫീഡ്ബാക്ക് പറയാം, അതിന് ശേഷം എടുത്തോന്ന് പറഞ്ഞു. അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. നല്ല 50 ml മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാനത് വലിയ ക്വാണ്ടിറ്റി ആക്കിയിട്ട് കൊടുക്കും. അപ്പൊ ഞാൻ പറയാം ചില ഫ്രാഗ്രൻസുകൾ അത് അങ്ങനെയാണ്, ഒരു ഇഷ്ടം തോന്നി. ഇപ്പൊ എന്റെ ഫേവറേറ്റ് ആണ് ഇത് പച്ചോളി മാഗ്നറ്റിക്. ഞാൻ ഇതിന്റെ അത്രയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇൻഷാല്ല ഗോഡ് ഓഫ് ഫയർ ഞാൻ പരിചയപ്പെടുത്തിയത് പോലെ ഞാൻ പല ഫ്രാഗ്രൻസുകൾ ഞാൻ പറഞ്ഞുതരാം. നല്ല നല്ല ഫ്രാഗ്രൻസുകൾ എൻ്റെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ള സ്ഥലത്ത് നിങ്ങൾ വായിക്കും. പക്ഷെ നല്ല ഫ്രാഗ്രൻസ് ഞാൻ പരിചയപ്പെടുത്തില്ല. ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരു അടിപൊളി ഒരു പെർഫ്യൂം ഇൻഷാല്ല.